ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ, മൈക്ക്, അതുപോലെ വെബ് ക്യാം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ വെർച്വൽ മീറ്റിംഗ്സ് എല്ലാം വരുന്ന സമയത്ത് മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഈ ഒരു 3 കാര്യങ്ങളും ചെക്ക് ചെയ്ത് കംപ്ലയിൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെർച്വൽ മീറ്റിംഗ്സ് എല്ലാം വളരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതിലാണോ അത് ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും ഒരുപോലെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിതൊരു വെബ്സൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ശേഷം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് മൈക്ക് ടെസ്റ്റ് ചെയ്യാനും, രണ്ടാമത്തെ ലിങ്ക് സ്പീക്കർ ടെസ്റ്റും, മൂന്നാമത്തത് വെബ് ക്യാം ടെസ്റ്റുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഈ 3 ലിങ്കും ആക്സസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ലിങ്ക് എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞത് നമ്മുടെ വെബ് മൈക്ക് ടെസ്റ്റാണ്. ഫസ്റ്റ് ലിങ്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഈ വെബ്സൈറ്റിൻ്റെത് ഓപ്പൺ ആയി വരിക. അതിനകത്ത് സ്റ്റാർട്ട് മൈക്രോഫോൺ ടെസ്റ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മുടെ മൈക്രോഫോൺ ഏതാണ് എന്നുള്ളത് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ മൈക്രോഫോൺസ് ആണ് നിങ്ങളുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പം ഞാനിപ്പം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിങ്ങനെ ഒരു വേവ് അനുഭവപ്പെടുന്നുണ്ട്. അതിനർത്ഥം ഇത് മൈക്രോഫോൺ എൻ്റെ വോയിസ് ക്യാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്നതെല്ലാം ഈ ഒരു മൈക്രോഫോൺ ക്യാച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. ഇനി ശേഷം സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിച്ചത് പ്ലേ ചെയ്യാനും അതേപോലെ അത് ആ ഒരു വോയിസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഞാൻ ജസ്റ്റ് പ്ലേ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്നതെല്ലാം ഈ ഒരു മൈക്രോഫോൺ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മൈക്രോഫോൺ വർക്കിംഗ് ആണ്, ഒരു പ്രശ്നവുമില്ല, അത് വർക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്പീക്കർ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് രണ്ടാമത്തെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. നിങ്ങൾ രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇതിൻ്റെ ഇവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഒരു ബീപ്പ് സൗണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ബീപ്പ് സൗണ്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീക്കർ ഫങ്ഷനിലാണ്, വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. ഇനി ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാതെ തന്നെ നിങ്ങളുടെ സ്പീക്കർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വോളിയം ഡൗണും അപ്പും ആക്കുമ്പോൾ സൗണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ഓപ്പൺ ചെയ്താലും നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായി നമ്മുടെ വെബ് ക്യാം ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. അതിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ ലിങ്ക് ഇതേപോലെ ആ മൂന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലോട്ട് നമുക്ക് എൻ്റർ ആകാൻ പറ്റും. ഇവിടെ നമ്മുടെ വെബ് ക്യാം ഏതാണെന്നുള്ളതൊക്കെ കാണിക്കും. അതിൻ്റെ താഴെ നമുക്ക് സ്റ്റാർട്ട് വെബ് ക്യാം ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിനകത്ത് ഇത് ഇതേപോലെ നമുക്ക് വെബ് ക്യാം നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. വെബ് ക്യാം അതല്ലാതെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സെർച്ചിൽ ക്യാമറ എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ക്യാമറ ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ വെബ് ക്യാം ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഈ ഒരു 3 നമ്മുടെ ഡിവൈസ്, അതായത് സ്പീക്കർ, മൈക്ക്, അതേപോലെ വെബ് ക്യാമും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വെർച്വൽ മീറ്റിങ്ങിലോട്ട്
ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്പീക്കർ വർക്കാവുന്നില്ല, അതേപോലെ മൈക്ക് വർക്കാവുന്നില്ല എന്നുള്ള ഇഷ്യൂസ് എല്ലാം നമുക്ക് ആ ഒരു മീറ്റിങ്ങിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.